friends, welcome back to our channel Cooking Hours. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഓറിയോ പേസ്ട്രി എങ്ങനെ തയ്യാറാക്കാമെന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ചെറിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. ഇനി ഇതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ബിസ്ക്കറ്റും ക്രീമും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേക്കിന്റെ ഒരു ഭാഗം പൊങ്ങാതെ ആയിട്ടിരിക്കും. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓയിലൊന്നും ഗ്രീസും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബാറ്റർ മുഴുവൻ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ടിത് മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ബേക്കാകുന്ന സമയത്ത് നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോ ക്രീമിലേക്ക് 1.5 ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറിയോ ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സ്പൂണോ അല്ലെ ഒരു ഫോർക്കോ അല്ലെ വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ ഇതിൻ്റെ എഡ്ജ് മാറ്റി സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി
ഇതിൻ്റെ ഒരു പീസിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പീസിലേക്ക് നല്ലതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓരോ പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കണം. അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.